വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. സ്വരലയ രാഗതാളത്തിൽ അലിഞ്ഞ് വളാഞ്ചേരി കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം പതിവ് പോലെ ഏറ്റവും വലിയ സൗഹൃദ വേദിയായി മാറി. വിവിധ മേഖലയിലുള്ള നിരവധി പേരാണ് വളാഞ്ചേരിയുടെ സാംസ്കാരിക സദസ്സിൽ പങ്കാളികളായത്. മെഹഫിൽ എ സമ സംഘത്തിന്റെ ഖവാലി സംഗീത വിരുന്നോടെയാണ് ഇത്തവണത്തെ മൂല്യങ്ങളുടെ സ്വരലയത്തിന് തിരശ്ശീല വീണത്. പാടിയും പറഞ്ഞും വീണ്ടും ഒരു നാട് മുഴുവൻ ഒത്തുകൂടിയ കാഴ്ച വളാഞ്ചേരിക്ക് ഒരിക്കൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വളാഞ്ചേരി കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം വർഷങ്ങൾ പിന്നിടും തോറും ജനപ്രിയവും ഉത്സവവുമായും മാറുന്ന ആ മനോഹര സൗഹൃദ സംഗമത്തിന് ഒപ്പം ചേർന്നവരാകട്ടെ അനവധി പേരും. നാട്ടുകാരോടൊപ്പം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും മൂല്യങ്ങളുടെ സ്വരലയത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. പാട്ടും പറച്ചിലും തകൃതിയായി നടക്കുന്നതിനിടയിൽ താളച്ചുവടുമായി കൈകൊട്ടിക്കളിയും കൂട്ടുനിന്നു. തുടർന്ന് വളാഞ്ചേരിയിലെ എഴുത്തുകാരുടെ കൂടിച്ചേരലിനും ഇത്തവണത്തെ മൂല്യങ്ങളുടെ സ്വരലയം വേദിയായി. KEN മുഹമ്മദ്, മധുശങ്കർ, രാധാമണി അയങ്കലം തുടങ്ങി നീളുന്നു ഈ നിര. തങ്ങളുടെ മേഖലയിലെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും അവർ നാട്ടുകാരുമായി പങ്കുവച്ചു. MTയുടെ എല്ലാ പേജുകളും മനോരമയിൽ തയ്യാറാണ്. ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ തയ്യാറാണ്. അന്ന് അത് ഇറക്കാൻ പറ്റിയില്ല ഒരു പത്രങ്ങൾക്കും. മനോരമ ഒരു സപ്ലിമെന്റ് മാത്രം ഇറക്കി, മാതൃഭൂമിയും ദേശാഭിമാനിയും ഇറക്കി. നിങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ച ഒരു സാധനവും MTക്ക് വേണ്ടി ആ ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ദിവസം പറ്റുന്നു. 9:30 മൻമോഹൻ സിംഗ് മരിക്കുന്നത്. മനോരമ ആയതുകൊണ്ട് എന്ത് ചെയ്തു, വേറൊരു പേജ് എക്സ്ട്രാ അടിച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്തു. ചെറിയ പത്രങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇതാണ് ഈ ലോകം. വാർത്തയുടെ ലോകത്തിൽ നിങ്ങൾ കാണുന്നതും എഴുത്തുകാരൻ ഒരു മേശപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാണുന്നതും രണ്ടാണ്. കാശിയിൽ പോയി വന്ന ശേഷം ഞാൻ ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് റീൽസ് ഇട്ടു, അതിനെക്കുറിച്ച് ചെറിയ ചെറിയ പോസ്റ്റ് ഇട്ടു. എനിക്ക് രസം തോന്നി. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ നോവൽ അവിടെ ഉണ്ട്. പിറ്റേ ദിവസം BJPയിലെ കുറേ ആളുകൾ, എൻ്റെ വീട്ടിനടുത്തുള്ള ആളുകൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, മാഷേ ഞങ്ങൾ വന്നത് BJPയിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും വേണ്ട. അപ്പം നിങ്ങൾ മരിപ്പാഴി വായിച്ചു. അപ്പം ഞാൻ എന്താണോ പറഞ്ഞത്, ദളിതരിലൂടെയാണ് ഞാൻ കാശി, ആ മണികർണിക ഘട്ടിൽ ദളിതരിലൂടെയാണ് കാശിയെ കാണുന്നത്. ആ നോവൽ പോലും വായിക്കാതെയാണ് ഒരു എഴുത്തുകാരനെ ഒരു മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ വേണ്ടി ആളുകൾ വരുന്നത്. വെങ്കിടേഷ് രാമകൃഷ്ണൻ, ഫൈസൽ എളേറ്റിൽ, മാരിയത്ത്, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി സാമൂഹ്യ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. വളാഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ വളാഞ്ചേരീസിന്റെ നേതൃത്വത്തിലാണ് വർഷം തോറും ഈ സൗഹൃദ സദസ്സ് ഒരുങ്ങുന്നത്. മൂല്യങ്ങളുടെ സ്വരലയം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2017 തുടക്കം കുറിച്ച് മനോഹരമായിട്ട് എല്ലാ വർഷവും കൂടുതൽ ഇങ്ങനെ ജനപങ്കാളിത്തം കൂടിക്കൊണ്ട് നാട്ടിലെ നാനാവിഭാഗം ജനങ്ങളും പ്രായഭേദമന്യേ കുട്ടികൾ തൊട്ട് വളരെ പ്രായമുള്ളവർ വരെ വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഈ ചീനിമരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് പാട്ടും വരവും സന്തോഷവും വരയും കവിതയും സംഗീതവും ഇനി പറയണ്ട. നമുക്ക് ഈ ആകാശത്തിന് കീഴിൽ പറയാവുന്നതും ചെയ്യാവുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചും സമയം കളഞ്ഞും സന്തോഷത്തോടു കൂടെ ഇരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ മനോഹരമാകട്ടെ. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി എല്ലാവരും മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. നമ്മളോടൊപ്പമുണ്ട്, അവരും ഈ ഐക്യപ്പെടലിൽ കൂടി നിൽക്കുന്നു. ലോകമെമ്പാടുമുള്ള ദുരിതമനുഭവിക്കുന്ന മനുഷ്യരോട് അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അവരാണ് ഈ സമയത്ത് നമ്മുടെ കൺമുൻപിൽ കാണേണ്ടത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം തിരഞ്ഞു നടക്കുന്ന ഫലസ്തീനിലെ അമ്മമാരെ നാം ഓർക്കുക. മണിപ്പൂരിലെ അമ്മമാരെ നാം ഓർക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്വവാദികളുടെ യുദ്ധക്കെടുതിയും അധികാരപ്രമത്തതയും ആർത്തിയും മൂലമുണ്ടാകുന്ന യുദ്ധങ്ങൾ മാത്രമാണ് അസമാധാനം വിതക്കുന്നത്. മൂല്യങ്ങളുടെ സ്വരലയത്തിന്റെ സായാഹ്ന സന്ധ്യയിൽ സംഗീതത്തിന്റെ അലയൊലി തീർക്കാൻ മെഹഫിൽ എ സമ സംഘവും എത്തിയതോടെ സ്വരലയ രാഗതാളത്തിൽ വളാഞ്ചേരി മുഴുവൻ അലിഞ്ഞു. ഖറാലി സംഗീതത്തിന്റെ മേമ്പൊടിയിൽ മതിമറന്നു സംഘം പാടിയപ്പോൾ കൂടിയിരുന്നവരെല്ലാം അവരോടൊപ്പം ചേർന്നു.
ജാതിമത രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറം ഒരുപാട് മനുഷ്യർ ചേരുന്ന ഇടം, അതാണ് വളാഞ്ചേരിസിന്റെ മൂല്യങ്ങളുടെ സ്വരലയം. പുതുസൗഹൃദങ്ങൾ ഉണ്ടാക്കിയും പഴയ സൗഹൃദം ഊട്ടിയുറപ്പിച്ചും ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന മൂല്യമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോന്നും. അടുത്ത തവണ വീണ്ടും കാണാമെന്നും വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത്.